BC 399 ഏതൻസിലെ ജനാധിപത്യം ചരിത്രത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു. അവരുടെ ഏറ്റവും വലിയ ചിന്തകനെ സോക്രട്ടീസിനെ അവർ വിചാരണയ്ക്ക് വിധേയനാക്കി. അദ്ദേഹത്തിനെതിരായ കുറ്റം എന്തായിരുന്നു എന്നല്ലേ? സത്യം പറഞ്ഞാൽ ഒരുപാട് ചിന്തിച്ചു, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നത് തന്നെ. നോക്കൂ, സോക്രട്ടീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറും വാചകമായിരുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ. എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനുള്ള ഈ ഒരു നിർബന്ധ ബുദ്ധി അതുതന്നെയാണ് അദ്ദേഹത്തെ ഭരണകൂടവുമായി ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് നയിച്ചതും. അപ്പോൾ എന്തായിരുന്നു ശരിക്കും സോക്രട്ടീസിനെതിരായ കുറ്റം? ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹത്തെപ്പറ്റി നാട്ടിൽ പറഞ്ഞു പരത്തിയ വെറും കിംവദന്തികളും കോടതിയിൽ അദ്ദേഹത്തിനെതിരെ ചുമത്തിയ യഥാർത്ഥ കുറ്റങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. അതായത് സോക്രട്ടീസിന് ഒരേ സമയം 2 യുദ്ധങ്ങൾ ജയിക്കണമായിരുന്നു. ഒരു വശത്ത് അദ്ദേഹത്തെ ഒരു കോമാളിയായി ചിത്രീകരിക്കുന്ന വർഷങ്ങളായുള്ള പഴയ കഥകൾ, മറുവശത്ത് മെലിറ്റസിനെയും അനിറ്റസിനെയും പോലുള്ളവർ കൊണ്ടുവന്ന ഗുരുതരമായ കുറ്റങ്ങൾ. രാഷ്ട്രത്തിന്റെ ദൈവങ്ങളെ നിഷേധിക്കുന്നു, പുതിയ ദൈവങ്ങളെ കൊണ്ടുവരുന്നു, പിന്നെ യുവാക്കളെ വഴിതെറ്റിക്കുന്നു. എന്നാൽ സോക്രട്ടീസ് ഇതിനെ എങ്ങനെയാണ് നേരിട്ടത്? അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമാണ്. എന്റെ പ്രവർത്തികളൊന്നും കുറ്റകരമല്ല, മറിച്ച് എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവീക ദൗത്യത്തിന്റെ ഭാഗമാണിതെല്ലാം. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച, അവസാനം ഈ കോടതി മുറിയിലെത്തിച്ച ആ ദൗത്യം, അതെല്ലാം തുടങ്ങിയത് വളരെ ലളിതമായൊരു ചോദ്യത്തിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ കിറഫോൺ ഡെൽഫിയിലെ ഒറാക്കിളിനോട് ചോദിച്ച ഒരു ചോദ്യം. ആ കാലത്ത് ഗ്രീക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സത്യവാക്കായി കണക്കാക്കപ്പെട്ടിരുന്നത് ഡെൽഫിയിലെ ഒറാക്കിളിന്റെ വാക്കുകളായിരുന്നു. അപ്പോളോ ദേവന് വേണ്ടി സംസാരിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ആ പ്രവാചകയുടെ മറുപടി എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. തനിക്കൊന്നും അറിയില്ലെന്ന് പൂർണ്ണ ബോധ്യമുള്ള സോക്രട്ടീസിന് ഇതൊരു കടങ്കഥ പോലെയാണ് തോന്നിയത്. ഞാൻ എങ്ങനെ ഏറ്റവും ജ്ഞാനിയാകും? അതുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. തന്നേക്കാൾ ജ്ഞാനിയായ ഒരാളെ കണ്ടെത്തി ഈ പ്രവചനം തെറ്റാണെന്ന് തെളിയിക്കണം. അങ്ങനെയാണ് സോക്രട്ടീസിന്റെ ആ പ്രശസ്തമായ അന്വേഷണം തുടങ്ങുന്നത്. അദ്ദേഹം ഏഥൻസിലെ പ്രമാണികളായ ഓരോരുത്തരെയും സമീപിക്കാൻ തുടങ്ങി. രാഷ്ട്രീയക്കാരെ, കവികളെ, കരകൗശല വിദഗ്ധരെ. ഓരോ സംഭാഷണത്തിലും അവരുടെ അറിവിനെക്കുറിച്ചുള്ള പൊള്ളയായ അവകാശവാദങ്ങൾ അദ്ദേഹം തുറന്നുകാട്ടി. സ്വാഭാവികമായും ഇത് അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കിക്കൊടുത്തു. അപ്പോൾ എന്താണ് ഈ പറയുന്ന സോക്രട്ടീസിന്റെ ജ്ഞാനം? എല്ലാറ്റിനും ഉത്തരമറിയുന്നതല്ല, മറിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്ന സത്യം തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. മറ്റുള്ളവർക്ക് ഒന്നും അറിയില്ല, പക്ഷെ അവർക്കെല്ലാം അറിയാമെന്ന് നടിക്കുന്നു. എനിക്കൊന്നും അറിയില്ല, ആ കാര്യം എനിക്കറിയാം. അതുതന്നെയാണ് എന്നെ അവരെക്കാൾ ജ്ഞാനിയാക്കുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. അപ്പോ അദ്ദേഹം വെറുമൊരു ശല്യക്കാരൻ മാത്രമായിരുന്നോ? സോക്രട്ടീസിന്റെ കണ്ണിൽ ഒരിക്കലുമല്ല. അദ്ദേഹം സ്വയം കണ്ടത് ദൈവം ഏതൻസിന് നൽകിയ ഒരു സമ്മാനമായിട്ടാണ്, ഒഴിവാക്കാനാവാത്തൊരു തരം പ്രകോപനം. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ആ പ്രശസ്തമായ ഉപമ വരുന്നത്. അദ്ദേഹം സ്വയം ഒരു ഗാഡ്ഫ്ലൈ, അതായത് ഒരുതരം ശല്യക്കാരനായ ഈച്ചയായി വിശേഷിപ്പിച്ചു. ഏതൻസ് എന്ന രാഷ്ട്രം വലുപ്പവും പ്രൗഢിയുമുള്ള, എന്നാൽ അല്പം മടിയനായൊരു കുതിരയെപ്പോലെയാണെന്നും അതിനെ ഇടയ്ക്കിടെ കുത്തി ഉണർത്തേണ്ടത് തന്റെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുകൊണ്ടാണ് സോക്രട്ടീസ് രാഷ്ട്രീയത്തിൽ നിന്ന് എപ്പോഴും മാറി നിന്നത്. ഒരു പൊതുപദവിയിലിരുന്ന് ഭരണകൂടത്തിന്റെ അനീതികളെ ചോദ്യം ചെയ്താൽ താൻ അധികകാലം ജീവിച്ചിരിക്കില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ തന്റെ യഥാർത്ഥ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ആ നിർണായക നിമിഷം വന്നെത്തി. അദ്ദേഹത്തിന്റെ സഹപൗരന്മാരായ 500 പേർ വിധി പറയാൻ തയ്യാറെടുത്തു. ജീവനോ അതോ മരണമോ? വിധി വന്നു, കുറ്റക്കാരൻ. പക്ഷെ അതിനേക്കാൾ ഞെട്ടിക്കുന്നതായിരുന്നു ആ വിധിയുടെ ഭൂരിപക്ഷം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ജൂറിയിലെ വെറും 30 പേർ മാത്രം അവരുടെ വോട്ട് മാറ്റിയിരുന്നെങ്കിൽ സോക്രട്ടീസ് കുറ്റവിമുക്തനാക്കപ്പെടുമായിരുന്നു. ചരിത്രം തന്നെ ഒരുപക്ഷേ മാറിയേനെ. സാധാരണഗതിയിലെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ പ്രതി തന്റെ ജീവനു വേണ്ടി യാചിക്കും, അല്ലെങ്കിൽ കുറഞ്ഞ ശിക്ഷ ചോദിക്കും. പക്ഷെ സോക്രട്ടീസ് ചെയ്തത് നേരെ തിരിച്ചായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം കേട്ട് കോടതി ഒന്നടങ്കം സ്തബ്ധരായി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടത് ശിക്ഷയല്ല, ഒരു ബഹുമതിയാണ്. ഒളിമ്പിക്സ് ജയിച്ചു വരുന്ന വീരന്മാർക്ക് നൽകുന്നതുപോലെ ബ്രിട്ടേനിയത്തിൽ, അതായത് നഗരസഭയുടെ ഹാളിൽ ആജീവനാന്തം പൊതുചെലവിൽ ഭക്ഷണം നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇതൊരു തരം അഹങ്കാരവും ധിക്കാരവുമായിട്ടാണ് ജൂറിക്ക് തോന്നിയത്. അവരുടെ പ്രതികരണം വളരെ പെട്ടെന്നായിരുന്നു. അവർ സോക്രട്ടീസിനെ വധശിക്ഷ വിധിച്ചു. പക്ഷേ സോക്രട്ടീസ് അവിടെയും നിർത്തിയില്ല. മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും തന്നെ ശിക്ഷിച്ച നഗരത്തിന് ഒരു മുന്നറിയിപ്പ് നൽകാൻ അദ്ദേഹം മറന്നില്ല. അതൊരു പ്രവചനം പോലെയായിരുന്നു. അദ്ദേഹം ഒരു രസകരമായ താരതമ്യം നടത്തി. മരണമൊരു മെല്ലെപ്പോക്കുകാരനായ ഓട്ടക്കാരനാണ്. പ്രായമായ തന്നെ അത് പിടികൂടി. എന്നാൽ അനീതി അതിനേക്കാൾ വേഗതയുള്ള ഓട്ടക്കാരനാണ്. അത് നിങ്ങളെ
അതായത് എന്നെ കുറ്റം വിധിച്ചവരെ ഇതിനോടകം പിടികൂടിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രവചനം ഇതായിരുന്നു: എന്നെ കൊല്ലുന്നതിലൂടെ വിമർശനങ്ങളെ ഇല്ലാതാക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട. ഞാൻ പോയാൽ ഞാൻ ഇതുവരെ അടക്കി നിർത്തിയിരുന്ന എന്നേക്കാൾ ചെറുപ്പക്കാരും കഠിനരുമായ വിമർശകർ വരും. അവർ നിങ്ങളെ വെറുതെ വിടില്ല. ഈ അവസാന നിമിഷങ്ങളിലും മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സോക്രട്ടീസിന് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മരണം ഒന്നുകിൽ ഒരു സ്വപ്നവുമില്ലാത്ത നല്ല ഉറക്കം പോലെ ശാന്തമാണ്, അല്ലെങ്കിൽ ചരിത്രത്തിലെ മഹാരഥന്മാരോട് സംസാരിക്കാൻ അവസരം കിട്ടുന്ന മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് അദ്ദേഹം ഭയത്തോടെയല്ല, ജിജ്ഞാസയോടെയാണ് അതിനെ സമീപിച്ചത്. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു: ഞാൻ മരിക്കാൻ പോകുന്നു, നിങ്ങൾ ജീവിക്കാനും. ഇതിൽ ഏതാണ് നല്ലതെന്ന് ദൈവത്തിനു മാത്രമേ അറിയൂ. തന്റെ ജീവിതകാലം മുഴുവൻ മുറുകെ പിടിച്ച ആ തത്വചിന്താപരമായ അനിശ്ചിതത്വം ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. സോക്രട്ടീസിന്റെ കഥ നമ്മോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സമൂഹം തങ്ങളെത്തന്നെ ചോദ്യം ചെയ്യുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണ് നഷ്ടം സംഭവിക്കുന്നത്? ആ ശബ്ദത്തിനോ അതോ ആ സമൂഹത്തിനോ?